എക്സൈസ് വകുപ്പും വിമുക്തി ജില്ലാ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കായംകുളത്ത് നടന്നു. പുകപടലങ്ങളില്ലാത്ത ശുദ്ധമായ വായുവും ആരോഗ്യമുള്ള ഒരു തലമുറയുമാണ് നാടിന് ആവശ്യമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു പറഞ്ഞു. ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ എക്സൈസ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ് വകുപ്പും വിമുക്തി ജില്ലാ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കായംകുളത്ത് നടന്നു. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. വിമുക്തിക്ക് ഒരു സ്റ്റേറ്റ് ചുമതലയുടെ എക്സൈസ് ഓഫീസർക്കാണ് ചുമതലയുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് താഴെ 14 ജില്ലകളിലും വിമുക്തിയുടെ മാനേജർമാർ എന്ന് പറഞ്ഞ എക്സൈസ് ഓഫീസർമാരുണ്ട്. 14 ജില്ലകളിലും ഇതിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കോർഡിനേറ്റ് ചെയ്യുന്ന കോർഡിനേറ്റർമാരുണ്ട്. കോർഡിനേറ്റർ 5 ഇവിടുത്തെ കോർഡിനേറ്ററാണ്. ഇവരൊക്കെ വിദ്യാസമ്പന്നരായ ആളുകളാണ്. MSW ഒക്കെ, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കൊക്കെ ഉള്ള, ചിലരുടെയൊക്കെ യോഗ്യത ഞാൻ നോക്കിയപ്പോൾ PhD ഉള്ളവർ വരെയുണ്ട്. അപ്പോൾ 14 ജില്ലകളിൽ ഇത്തരം സേവന പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഇത്തരം കോർഡിനേറ്റർമാരുണ്ട്. എക്സൈസിന് ഒരു മികച്ച തരത്തിലുള്ള ട്രെയിനിങ് ലഭിച്ച 31ഓളം ട്രെയിനർമാരുണ്ട്. അതിനും പുറമെ കുറേ ഓഫീസർമാർ നല്ല പരിശീലനം ലഭിച്ചവരാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം നമുക്ക് ഈ വിമുക്തി എന്ന് പറയുന്നതിനെ അടുത്തൊരു ലെവലിലേക്ക് ഉയർത്തണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴുള്ള ഈ സ്കെൽട്ടന് താഴെ വരെയുള്ള ഈ ജില്ലാ കോർഡിനേറ്റർമാർ വരെയുള്ളൊരു സംവിധാനം, പിന്നെയുള്ള ജില്ലകളിൽ 14 ജില്ലയിലും ഡി അഡിക്ഷൻ സെൻ്ററുകളിലാണ്. ഇതിനപ്പുറത്ത് നമുക്കിതിനെ ഒരു ജനകീയ മിഷനാക്കി മാറ്റണം. കേരളത്തിൽ എല്ലാ വാർഡുകളിലും, ഇവിടെ ഇപ്പോൾ ശ്രീ നസീർ ഇവിടെ, അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് കൗൺസിലർമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. കേരളത്തിൽ ഏകദേശം 25,000-നടുത്ത് വാർഡുകളുണ്ട്. നമുക്ക് ഈ വാർഡുകളിൽ ഏറ്റവും താഴത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്തെ, ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടായ വാർഡുകളിൽ വരെ ഈ വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് എത്തിക്കണം. മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ എത്തിക്കണം. പുകപടലങ്ങളില്ലാത്ത ശുദ്ധമായ വായുവും ആരോഗ്യവുമുള്ള ഒരു തലമുറയെയാണ് സമൂഹത്തിന് ആവശ്യമെന്ന് ലിജു പറഞ്ഞു. ഭാവിയെ കരിനിഴലാക്കുന്ന പുകയില ശീലങ്ങളോട് ഇനി ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയണമെന്നും പുകയിലയുടെ ഉപയോഗം കേവലം ഒരു വ്യക്തിയെ മാത്രമല്ല, അവരെ സ്നേഹിക്കുന്ന കുടുംബത്തെ മുഴുവനാണ് ഇല്ലാതാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു. കായംകുളം KSRTC ബസ് സ്റ്റേഷനിൽ ആലപ്പുഴ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അജയ് KR റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും SPC, NSS, NCC അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, യുവ ആപ്തമിത്ര തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. കായംകുളം നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അജയ് KR, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ NV, ആലപ്പുഴ ജില്ലാ വിമുക്തി മാനേജർ Y പ്രസാദ്, കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ TG ശ്രീപ്രസാദ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് C സുനിൽകുമാർ, ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ അഞ്ജു S റാം, വാർഡ് കൗൺസിലർ A നസീർ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി തട്ടാരമ്പലം VSM ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഡയബറ്റോളജി വിദഗ്ധരായ ഡോക്ടർ സോണിയ സുരേഷ്, ഡോക്ടർ വിഷ്ണു ഗിരീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. CDNet ന്യൂസ് കായംകുളം.